ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് വണ്ണം വയ്ക്കുക, പെട്ടെന്ന് വണ്ണം കുറയാന്നൊക്കെ ഉള്ളത് എൻ്റെ ഒരു 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 ബോഡി ടൈപ്പാണെന്നാണ് തോന്നുന്നത്. ഞാൻ പെട്ടെന്ന് ക്ഷീണിച്ചു കേട്ടോ. പെട്ടെന്നൊന്നുമല്ല, ഒരു 1 വീക്ക് കൊണ്ട് അത്യാവശ്യം ഒരു 5-6 കിലോ ആണ് ഞാൻ കുറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് വണ്ണം വെച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല, എങ്ങനെയാണ് വണ്ണം കുറഞ്ഞതെന്ന് എനിക്കറിയാൻ പാടില്ല. എൻ്റെ അടുത്ത് അതാരും ചോദിച്ച് കമൻറ്റ് ചെയ്യരുത്. ഞാൻ വണ്ണം വെച്ച സമയത്ത് എങ്ങനെയാണ് വണ്ണം വെച്ചതെന്ന് ചോദിച്ച് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ. അന്നേരം എനിക്ക് വലിയ ജോലിയൊന്നും ഇല്ലായിരുന്നു, വീട്ടിലിരുന്ന് കഴിക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം എനിക്ക് ജോലിയുണ്ട്. സോ എനിക്ക് കഴിക്കൽ മാത്രമല്ല, ജോലിക്ക് പോകണം, ട്രാവൽ ചെയ്യണതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം. പിന്നെ അത് തന്നെയല്ല, നമ്മളിപ്പോൾ ഒരു ഗിഫ്റ്റിൻ്റെ ഒരു ഇത് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ ട്രാവലിംഗ് ഒക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ പെട്ടെന്ന് വണ്ണം വെച്ചത്. പക്ഷെ എനിക്ക് വണ്ണമുള്ളതാണോ ഇഷ്ടം. എന്ത് ചെയ്യാൻ പറ്റുമോ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വണ്ണം വയ്ക്കുമ്പോൾ വെക്കട്ടെ. എന്തായാലും ഇന്ന് ഞാൻ നമ്മൾ ഒരു കുട്ടി ഉടുപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരു 6 വയസ്സുള്ളൊരു കുട്ടിക്കുള്ളൊരു കുറ്റി ഉടുപ്പാണ് കേട്ടോ ഞാൻ സാധനം മേടിച്ചിട്ടുണ്ട്. നമ്മുടെ മെറ്റീരിയൽ ഇതാണ്. ഇതൊരു ഓഷ്യൻ ഓർഗൻസ ഓഷ്യനോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് കേട്ടോ. ഇത് മീറ്ററിന് 9-10 യൂറോയാണ്. ഞാനിത് 3 മീറ്റർ മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല നമ്മുടെ സാറ്റിനില്ലേ, സാറ്റിൻ്റെ മെറ്റീരിയൽ, അത് ഈ ഒരു അതൊരു ബന്ധമില്ലാത്ത കളറാണല്ലോ. ഈ ഒരു കളറാണ് എടുത്തിരിക്കുന്നത്. അവിടെ വെച്ച് നോക്കിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. ഇതൊരു ഗ്രീനിഷും ഇതൊരു ബ്ലൂയിഷും ആയിപ്പോയി. സാരമില്ല. ഇത് ഏകദേശം 9-10 യൂറോ ആണ്. ഇത് ഏകദേശം നാട്ടിലെ ഒരു 1000, 1200 ആ ഒരു റേഞ്ച്. ഇത് ഞാനൊരു 3 മീറ്റർ മേടിച്ചിട്ടുണ്ട്. ഇത് 2 മീറ്റർ, ഇത് 3 മീറ്റർ, അങ്ങനെയാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളൊരു ഫ്രില്ല് വെച്ച് ഒരു ഫ്രോക്ക് തയ്ക്കാമെന്ന് വിചാരിച്ചാണ്. ഞാൻ മടി പിടിച്ചിരിക്കായിരുന്നു 2 ദിവസമായി എനിക്കിതിങ്ങനെ കിട്ടിയിട്ട്. ഇങ്ങനെ തയ്ക്കാൻ ഭയങ്കര മടി ഇപ്പോൾ. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാവും എന്താവും എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു മോഡലുണ്ട്. അപ്പോൾ ആ ഒരു മോഡൽ അനുസരിച്ചാണ് തയ്ക്കാൻ വേണ്ടിയിട്ട് വേണേ. ഈ വീഡിയോ എടുക്കുന്നതിന് ഒരു 4-5 ദിവസം മുന്നേ കിട്ടിയ ഒരു ഓർഡറാണ് കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര മടിയായിട്ട് ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു. അവർക്കും അത്യാവശ്യമില്ല, അപ്പോൾ പിന്നെ എനിക്ക് കൂടുതൽ മടിയായി. ഈ ഒരു ഫ്രോക്ക് തയ്ക്കാനുള്ള പാറ്റേണൊക്കെ സിമ്പിളായിട്ടാണെന്നുണ്ടെങ്കിലും പക്ഷേ തയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പണിപ്പാടാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റാണ്. ഒന്ന് സാറ്റിനാണ്, പിന്നെ മറ്റേത് ഓഷ്യൻ ഓർഗൻസാണ് കേട്ടോ ഇവിടെ എനിക്ക് ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് എനിക്ക് നല്ല പാടായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല പാടായിരുന്നു. എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴാണ് ഞാൻ ഇതുപോലെയുള്ള ചില്ലറ പരിപാടികളൊക്കെ പിടിക്കുക കേട്ടോ. ഞാൻ എവിടെയാണ് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഡിപ്ലോമ കോഴ്സ് പഠിച്ചതെന്ന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് റിലേറ്റ് ചെയ്തല്ല ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ കെയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇതിന് ഞാനിങ്ങനെ പഠിച്ചു വെച്ചുകൊണ്ടാണ് എനിക്കൊരു എന്താ പറയുക, എൻ്റെ കയ്യിൽ ഒരു കൈത്തൊഴിൽ പോലെ നമുക്കിങ്ങനെ കിട്ടിയതുപോലെയാണ് കേട്ടോ. ഇപ്പം നമുക്ക് തന്നെയാണെന്നെങ്കിലും സ്വന്തമായിട്ട് സ്റ്റിച്ചൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ എവിടെയാണ് പഠിച്ചതെന്നൊക്കെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു. തിരുവല്ലയിലുള്ള എസ്ടെക് എന്ന് പറഞ്ഞ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ പഠിച്ചത്. ഞാൻ വേണമെങ്കിൽ നമ്പർ താഴ്ത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഒരു പ്രൊമോഷൻ വീഡിയോ അങ്ങനെയൊന്നുമല്ല. ഞാനൊരു 6 മാസത്തെ കോഴ്സായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഓൺലൈനായിട്ടാണ് കേട്ടോ പഠിച്ചതും. എന്തായാലും അളവൊക്കെ എടുത്ത് 5 വയസ്സായ കുട്ടിയാണ്. ഇപ്പോൾ 6 വയസ്സിലോട്ട് ജസ്റ്റ് ഒന്ന് ബർത്ത്ഡേ കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആളുടെ 5 വയസ്സിലെ ഡ്രസ്സ് തന്നിട്ട് കുട്ടി പെട്ടെന്ന് വളരും, അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 6 വയസ്സിൻ്റെ സൈസിലുള്ള ഡ്രസ്സ് മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ അളവൊക്കെ മാറ്റിയും തിരിച്ചും ഒക്കെ ആയിട്ട് വെക്കുകയാണ്. പിന്നെ ബാക്കിൽ നമ്മൾ വള്ളി കെട്ടുന്നതിന് പകരം ബോയാണ് വെക്കുന്നത്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ആദ്യം ഞാനൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ടാണ് ഞാൻ വെട്ടിയത്. ഡയറക്റ്റ് തുണിയിലാണ് വെട്ടിയത്, പക്ഷേ ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ. പിന്നെ ഞാൻ മെഷീൻ എടുത്തു. ഇത് നമുക്ക് ചെറിയൊരു വയർ മാത്രമേ ഉള്ളൂ, ഒന്ന് കണക്ട് ചെയ്താൽ മതി പ്ലഗിലോട്ട്. പിന്നെ ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇതിപ്പോൾ എവിടെ കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യൂറോപ്പിലുള്ളവർക്കാണെങ്കിൽ ലിഡിൽ അങ്ങനെയുള്ള ഷോപ്സിലൊക്കെ ഇത് അവൈലബിൾ ആണ് കേട്ടോ. ചില സമയത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഞാൻ ഓൾറെഡി ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിത് ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ. ആദ്യം എനിക്ക് ഇങ്ങനെ ഈ പൊന്തി നിൽക്കുന്നതും കൊണ്ട്, ഇത്രയും പൊന്തി നിൽക്കുന്നതും കൊണ്ട് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ എല്ലാം ഇങ്ങനെ ഫ്ലാറ്റായിട്ടുള്ള മെഷീൻസ് ആണല്ലോ. പക്ഷേ യൂസ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിനകത്ത് ഒത്തിരി സ്റ്റിച്ചസും ഉണ്ട്.
ഈസിയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കുന്ന ഒരാൾക്കും ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിയാണ്. അങ്ങനെ ഞാൻ സ്റ്റിച്ചിങ് തുടങ്ങി. ഞാൻ സ്കേർട്ട് പാർട്ടാണ് ഫസ്റ്റ് ഞാൻ ചെയ്തത്. അത് ഫിനിഷ് ചെയ്തിട്ടാണ് ഞാൻ ടോപ്പ് പാർട്ടിലോട്ട് കടന്നത്. പക്ഷേ ഇത് നിങ്ങൾക്കറിയോ, ഈ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടും ഈ വീഡിയോ ഞാൻ അല്ലറ ചില്ലറിയായിട്ടേ എടുത്തോളൂ. പക്ഷേ അന്നത്തെ ദിവസം കൊണ്ടും ഞാൻ ഒരു ടോപ്പ് കംപ്ലീറ്റ് ചെയ്തില്ല കേട്ടോ. ഇതിന് മുന്നേ ഞാനൊരു അഡൾട്ടിൻ്റെ ഒരു ടോപ്പ് ഉടുപ്പ് ഒരു ഡ്രസ്സ് തയ്ച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞാനൊരു 3 hours 4 hours കൊണ്ടാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്നത്തെ ദിവസം തന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതെനിക്ക് മടി കാരണം മാത്രമാണ് ഇത്രയും ലാഗ് ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത തിങ്കളാഴ്ച ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഞായറാഴ്ചയാണ്. ഈ വീഡിയോ എടുത്തിരുന്നത് ഏകദേശം ഒരു കഴിഞ്ഞ ബുധനാഴ്ചയോ ചൊവ്വാഴ്ചയോ എങ്ങാണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവസാനം നമ്മളിത് ഈ സ്കേർട്ട് പോർഷൻ ഇത് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ നമ്മൾ ലൈനിങ് ആയിട്ടാണ് നമ്മുടെ സാറ്റിൻ്റെ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. മുകളിൽ ഇങ്ങനെയും കൊടുത്തു. നല്ല രസമുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ മെറ്റീരിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡബിൾ ഷെയ്ഡിൽ വരുന്നത് കൊണ്ട് തന്നെ കാണാൻ നല്ല രസമാണ്. ഇത്രയും സ്റ്റിച്ച് ചെയ്തപ്പോൾ ഞാനതെല്ലാം മടക്കി എടുത്ത് വെച്ചു. ഇനി നമുക്ക് നാളെ സ്റ്റിച്ച് ചെയ്യാം. നാളെ മീൻസ് അടുത്ത ദിവസം ഞാൻ സ്റ്റിച്ച് ചെയ്തത് ടോപ്പ് പോർഷൻ ആയിരുന്നു. എന്നിട്ട് ഞാൻ അത് എടുത്ത് വെച്ചിരിക്കുകയാണ് അടുത്ത ദിവസം സ്റ്റിച്ച് ചെയ്യാൻ, കംപ്ലീറ്റ്ലി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെന്തായാലും ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് ഇതെല്ലാം എടുത്ത് വെച്ചപ്പോഴാണ് ആലോചിച്ചത് ഇന്നൊരു ചോക്ലേറ്റ് ബൊക്കെ ഉണ്ടാക്കുന്ന കാര്യം കേട്ടോ. അത് ഓൾറെഡി ഇന്ന് വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മിക്സഡ് ചോക്ലേറ്റ് ബൊക്കെ ആയിരുന്നു കേട്ടോ. ആദ്യം നമ്മൾ കിക്കാറ്റിൻ്റെയാണ് കൂടുതൽ ഇറക്കിയത്. പക്ഷേ കിക്കാറ്റാണ് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം. പിന്നെ മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ റിക്വസ്റ്റ് ഉണ്ടെങ്കിലും പക്ഷെ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് ഈ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നെക്സ്റ്റ് ടൈം ഞാൻ എന്തായാലും ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ട്യൂട്ടോറിയൽ പോലെ വീഡിയോസ് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. ഫ്ലവർ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ഈ ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കുന്നതും. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ. അപ്പോൾ ഇത് ഭയങ്കര ഈസിയാണ്. ഞാനിതെല്ലാം തന്നെ യൂട്യൂബ് നോക്കിയാണ് പഠിച്ചത്. കുറേ റെഫർ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ പഠിച്ചത്. പക്ഷേ ചോക്ലേറ്റ് ബൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അധികം സമയമൊന്നും എടുത്തില്ല. ഫ്ലവേഴ്സ് ആണെന്നുണ്ടെങ്കിലും നേരത്തെ എനിക്ക് അറിയായിരുന്നു. പക്ഷേ കുറച്ചും കൂടി നന്നാക്കി എടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ യൂട്യൂബ് തന്നെയാണ് കേട്ടോ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒത്തിരി ട്യൂട്ടോറിയൽസ് നമുക്ക് അവൈലബിൾ ആണ്. അതൊക്കെ ചെക്ക് ചെയ്താലും മതി കേട്ടോ. ഈ ഒരു ബൊക്കയിൽ മിക്സഡ് ചോക്ലേറ്റ്സ് ആയിരുന്നു, മാസം പിന്നെ അങ്ങനെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്നത്തെ ഫുഡ് ഒരു ഫിഷിൻ്റെ ഒരു വെറൈറ്റി ഡിഷായിരുന്നു. അതായത് ഇത് ഫിഷ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുഴുങ്ങിയെടുത്തതാണ്. ഇതിനകത്ത് അധികം മസാലകളൊന്നുമില്ല, ജസ്റ്റ് ഹെർബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിവിടെ അവരാത്ത് എന്ന് പറഞ്ഞൊരു ഫിഷാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് മാറിപ്പോയോ പേര് മാറിപ്പോയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഇതാണ് ആ ഒരു ഫിഷ്, ഇവിടുത്തെ ഫിഷാണ്. മാൾട്ടയിലെ തന്നെ ഫിഷാണ് കേട്ടോ. ഇതിൻ്റെ കംപ്ലീറ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതിങ്ങനെ തന്നെ കഴിക്കണം. ഞാനിത് ഫ്രൈ ചെയ്തിട്ടും കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ചിലപ്പോൾ ഇത് പുഴുങ്ങി തിന്നുക എന്ന് പറയുമ്പോൾ അയ്യേ എന്ന് തോന്നുമെങ്കിലും ഇതിങ്ങനെ കഴിക്കുമ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാനിത് ശീലിച്ചു. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം എനിക്കിത് നല്ല ശീലമായി കേട്ടോ. എനിക്കിവിടുത്തെ സൂപ്പ് ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഓരോ ടൈപ്പ് സൂപ്പ്, പസ്ത, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം ശീലിച്ചാണ് കേട്ടോ ഇതെല്ലാം തന്നെ. പക്ഷേ ഇതൊക്കെ ട്രൈ ചെയ്യണമല്ലോ എന്തായാലും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോം മെയ്ഡ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് പർച്ചേസിങ്ങിനൊക്കെ ആയിട്ട്. ഓക്കെ, അവിടെ നിന്ന് ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല, എനിക്കധികം എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ അവിടുത്തെ ഓരോ സാധനങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. ഇന്ന് ഫിഷൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊരു ഓഫ് ഡേ ആയിരുന്നു. ഇത് പല ദിവസം എടുത്ത വീഡിയോ ആയതുകൊണ്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ വീഡിയോ ഒരു വ്ളോഗാക്കിയത്. മീനും ഈ ഒരു ചൂരമീൻ പോലത്തെ, ചൂരയാണോ കേരയല്ല കേട്ടോ, ചൂരമീനാണ് മേടിച്ചത്. പിന്നെ ഇതിൻ്റെ കൂടെ ചാളയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഒരു 450 ആണോ 5 euro അങ്ങാണ്ടായിരുന്നു ചാളയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഫ്രോസൺ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ ഫ്രഷ് അത്രയും റേറ്റിന് കുറവിന് കിട്ടിയപ്പോൾ മേടിച്ചതാണ് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. മീൻ ഫ്രൈ ചെയ്തിട്ടൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് ഫ്രോസൺ വറുത്ത് കഴിക്കുന്നതിനേക്കാളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമുക്ക് മുറിച്ച് തന്നില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് കഷ്ടപ്പെട്ടാണ് കേട്ടോ മുറിച്ചെടുത്തത്. എന്തായാലും മുറിച്ച് ഞാനൊരു വീഡിയോ ഒക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ തലയുണ്ടായിരുന്നു കേട്ടോ, ഒരു കുഞ്ഞു തലയായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്ത് മുളകിട്ട മീൻകറി വെക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ മുളകിട്ട മീൻകറിയൊക്കെ വെച്ച് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ എനിക്ക് ഇങ്ങനെ ഷോർട്ട് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതിനുള്ള സമയമൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതലും വീഡിയോസൊക്കെ കുറച്ചത് കേട്ടോ. മാക്സിമം സമയം കണ്ടെത്തി വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് സമയം കിട്ടാറില്ല. അപ്പോൾ പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങാറുമില്ല കേട്ടോ. സാധാരണ എന്ത് കറി ഉണ്ടാക്കുമ്പോഴും യൂട്യൂബിലോട്ടൊരു എത്തിനോട്ടം എനിക്ക് സ്വാഭാവികമായും പോവാറുണ്ട്. പക്ഷേ ഇത്തവണ എന്താണെന്നറിയില്ല, യൂട്യൂബിൻ്റെ കാര്യമായി മറന്നുപോയി. ഞാൻ അങ്ങനെ എത്തി നോക്കാനും
പോയില്ല കേട്ടോ, എന്തോ കാര്യം കൊണ്ട്. പക്ഷേ ഇത്തവണ മീൻകറി വെച്ചത് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മീൻകറി വെച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ആ ഒരു സ്മെല്ലും മണമൊക്കെ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ മുഖം പെട്ടെന്ന് വാടിപ്പോയത്. ദൈവമേ, ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വെറുതെ ആയിപ്പോയല്ലോ എന്ന് തോന്നിപ്പോയി. പക്ഷേ ഉണ്ടാക്കി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉണ്ടാക്കി കുറച്ച് നേരം ഞാനത് വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ചിട്ടാണ് ഞാൻ പിന്നെ അത് ഓപ്പൺ ചെയ്യണേ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ ഒരു മീൻകറിയുടെ മണവും കുടംപുളിയുടെ ഇതൊക്കെ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ സെറ്റായിട്ട് വന്നു. നല്ല ടേസ്റ്റും കിട്ടി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു മുളക്. പിന്നെ കുറച്ച് മീൻ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി വന്ന് മീൻസ് അത്രയും എടുത്ത് മീൻ കറി വെച്ചിട്ട് എനിക്ക് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പകുതി ഞാൻ മീൻ കറിയായിട്ട് വെച്ചു, പകുതി ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് മാറ്റി എടുത്ത് വെച്ചു കേട്ടോ. ഇത് വേറൊരു ദിവസം എടുത്ത് വറക്കാമെന്ന് വിചാരിച്ച് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കുവാണ്. അത്യാവശ്യം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും, മല്ലിപ്പൊടിയില്ല, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് കുറുക്കി ഒന്ന് ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ കയറ്റി കേട്ടോ, ഇനി അടുത്ത ദിവസം എടുക്കാം. ഇന്നെനിക്ക് നൈറ്റ് പോകാനുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ നൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയായിരുന്നു. ഇവിടുത്തെ മഴയിൽ കാറ്റോടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു വിൻ്റർ സമയത്തിനേക്കാൾ കൂടുതൽ തണുപ്പ് എനിക്ക് ഈ മഴയത്താണ് കിട്ടുക. ഇന്നത്തെ എൻ്റെ നൈറ്റ് ഡിന്നർ ഒരു യോഗട്ടും പിന്നെ ഒരു പഴവുമാണ്. വെറുതെ അല്ല ഞാൻ ക്ഷീണിച്ച് വന്നത്. എന്തായാലും വേറെ നിവൃത്തിയില്ല, നമുക്കിത് തന്നെ കഴിക്കാം. ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, കൊണ്ടുവന്നിട്ടുമില്ല. മീൻകറി ചോറ് അതൊന്നും എടുത്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.